ഹായ് മച്ചാമാരെ, അപ്പോൾ തെക്കൻ ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റോബോ കാറാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് റോബോ കാർ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് 4 കുപ്പിയിൽ അടപ്പാണ്. അപ്പോൾ നമ്മൾ അത് കുപ്പിയിൽ അടപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ആവശ്യമുള്ളത് 2 മോട്ടോറാണ്. അതായത് DVD-യിലൊക്കെ വരുന്ന കുഞ്ഞു മോട്ടോറാണ് നമ്മൾ എടുത്തിട്ടുള്ള 2 എണ്ണം. അതുകൂടാതെ 9 വാൾട്ടിൻ്റെ ഒരു ബാറ്ററി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കതിന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ കുപ്പിയിൽ അടപ്പ് എടുക്കുക ഒരെണ്ണം, അതുപോലെ തന്നെ ഒരു മോട്ടർ എടുക്കുക. നമ്മൾ ഈ മോട്ടർ നമ്മൾ ഈ കുപ്പിയിൽ അകത്താണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെൻറ്ററിൽ തന്നെ ഒരു മാർക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മോട്ടോറിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന സ്ഥലത്ത് നമ്മൾ ഒരു മാർക്കർ ഉപയോഗിച്ച് ഒരു കളർ പറ്റിച്ചു കൊടുക്കുക. ആ കളർ നമ്മൾ ഈ അടപ്പിനകത്ത് വെച്ചതിന് ശേഷം അവിടെ നിന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സെൻറ്റർ കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ ഭാഗത്ത് നമുക്കൊന്നൊരു ഹോളിട്ട് എടുക്കണം. അവിടെയാണ് നമ്മൾ ഈ മോട്ടോർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളൊരു കോമ്പോസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കോമ്പോസ് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മളൊന്ന് തുളയിട്ട് കൊടുക്കുക. ചെറിയ നമുക്ക് തുള മതി, എന്ന് നമുക്ക് ടൈറ്റായിട്ടാണ് നമുക്ക് ഇരിക്കാനുള്ളത് മോട്ടോറിൻ്റെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഹോളിട്ട് നമ്മൾ മോട്ടോർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതായത് നമ്മൾ ഗ്ലൂ ഉപയോഗിച്ചിട്ടുണ്ട്. സൂപ്പർ ഗ്ലൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഉപയോഗിച്ച് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അടുത്തായി നമുക്ക് ആവശ്യമുള്ളത് ഒരു പഴയൊരു പേനയാണ്. നമ്മളൊരു പഴയ പേന എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ 3ആയിട്ട് നമ്മൾ മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് 2 കഷ്ണം നമുക്ക് ഒരേപോലുള്ള നമ്മൾ 2 കഷ്ണം നമ്മൾ നല്ല ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ വീലിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അത് നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മോട്ടറിൻ്റെ പുറകിൽ നമ്മളിങ്ങനെ ഈ ഒരു ഇത് വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കണം. കണ്ടില്ലേ, ഈ കാണുന്ന പോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സ്ട്രോങ് ആയിട്ടിരിക്കണം. അതുകൊണ്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇളകിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4-5 നമ്മളെ ഐസ്ക്രീം സ്റ്റിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. സ്റ്റിക്കിനെ നമ്മൾ 4 കഷ്ണമായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പറയുമ്പോൾ നമ്മളെ റോബോയിലെ കാലായിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ കാണിച്ചു തരാം. ഈ ഒരു ചരിഞ്ഞ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഞാൻ ബാറ്ററിയിലൊന്ന് വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടില്ലേ, നമ്മൾ ഈ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് ഈ ഒരു ആംഗിളിലാണ് നമുക്ക് വരാനുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ 4 പീസ് നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത്. കണ്ടില്ലേ, റോബോൻ്റെ കാല് പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇനി ഇതിൽ എങ്ങനെയാണ് നമുക്ക് വീല് സെറ്റ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ആ മോട്ടോർ സെറ്റ് ചെയ്തിട്ടുള്ള വീല് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഫ്രണ്ടിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഇത് ഫ്രണ്ടിലത്തെ സൈഡാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. നമുക്കിനി സെറ്റ് ചെയ്യാനുള്ള പുറകിലത്തെ 2 വീലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള കുപ്പിയിൽ 2 ക്യാപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ പുറകിലത്തെ വീല് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ പേനയിലെ റീഫിലർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ കട്ട് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള പേനയിലെ ഒരു പീസും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കത് നമ്മൾ റീഫിലർ ഇറക്കിയതിന് ശേഷം 2 സൈഡിൽ നമ്മൾ കുപ്പിയിലെ ക്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ ആ പേനയിലെ ഒരു പീസ് നമ്മൾ പുറകിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റീഫിലർ കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ആ ക്യാപ്പിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ക്യാപ്പ് കൊണ്ട് നമുക്ക് കയറ്റി വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ മറ്റേതിൽ നമ്മൾ തുളയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ അത് അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കയറ്റിയതിന് ശേഷം നമ്മൾ മറ്റേ ക്യാപ്പ് നമ്മൾ ആ ഹോളിൽ നമ്മൾ ഒന്ന് ഇട്ട് ടൈറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളെ പുറകിലത്തെ വീല് നമുക്ക് സെറ്റായിട്ടുണ്ട്. വളരെ നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ റോബോ കാറിൻ്റെ ഏകദേശമുള്ള വർക്കെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കൺട്രോൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളൊരു സ്വിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ പുറകിലൊന്ന് നമുക്ക് വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കാം പുറകിൽ വെച്ചിട്ട്.
ഈ കിടക്കുന്ന വയർ എന്ന് പറയുന്നത് നമ്മളെ മോട്ടറിൽ നിന്ന് വന്നിട്ടുള്ള വയറാണ്, 2 വയർ. ഇതാണ് നമ്മൾ സ്വിച്ചിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററിയിൽ നമുക്ക് പവർ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കണക്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്, ബാറ്ററി കണക്ടർ എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ബാറ്ററിയിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വയറെല്ലാം നമ്മൾ സോൾഡർ ചെയ്ത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് നമ്മൾ സ്വിച്ചിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബാറ്ററി എന്ന് പറഞ്ഞാൽ. മറ്റൊരു വയർ നമ്മൾ സ്വിച്ചിൽ നിന്നും നമ്മളെ മോട്ടോറിൻ്റെ പോസിറ്റീവ് വയറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയർ, അതായത് ബ്ലാക്ക് വയർ, നമ്മളെ മോട്ടോറിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയർ നമ്മൾ കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർക്കും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മളെ റോബോ കാറിനെ നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കാം. നമ്മളെ റോബോ കാറിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതേപോലെ ഇരിക്കും. ഒരു അടിപൊളി ലുക്കിലാണ് നമ്മളെ റോബോ കാറ്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ റോബോ കാർ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് സംഭവം കാണാൻ. അപ്പോൾ കല്ലിൻ്റെ പുറത്തുകൂടിയൊക്കെ അനായാസമാണ് അടിച്ച് മിന്നിച്ച് പോകണ സംഭവം. കണ്ടില്ലേ, നല്ല രസമുണ്ട് സംഭവം. നിങ്ങൾക്ക് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമുക്ക് പഴയ DVD എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മോട്ടറിളാക്കി എടുത്തു കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് 9 വാട്ടിൻ്റെ ബാറ്ററി വാങ്ങിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ നമ്മൾ അടുത്തിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്.